ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. വൈകുന്നേരം നമുക്ക് 6 മണിക്കാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ കൊണ്ട് ഇറങ്ങി അങ്ങനെ ബസ്സൊക്കെ വന്നു. നമ്മൾ ബസ്സിൽ കയറി. ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോട്ടയം വഴിയാണ് കേട്ടോ പോയത്. എറണാകുളം വഴി പോയാൽ ബ്ലോക്ക് ആയിരിക്കും. അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയത് ചീയപ്പാറ വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ, കാണണം. പിന്നെ ഞങ്ങൾ സൈഡിൽ വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് ഇരവികുളം നാഷണൽ പാർക്കിലോട്ടാണ്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലഗിരി ടയർ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ മലയോ വ്യൂ പോയിൻ്റൊക്കെ ഒരാൾക്ക് ചാർജിന് 200 ആണ്. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറിയപ്പം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മേലിലോട്ട് ഇങ്ങനെ കയറണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബസ് വരും കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറേ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ഇത് നടക്കത്തില്ലെന്ന്. അങ്ങനെ പിന്നെ അവിടെ എത്തി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബസ് വന്നു കേട്ടോ. കുറച്ച് നേരമല്ല, കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിൻഡോ സീറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ പിന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ നിന്ന് അവിടെ കാണാൻ. പിന്നെ നമ്മളവിടെ എത്തി കേട്ടോ. അങ്ങനെ നടക്കുവാണ്. പിന്നെ മേലിലോട്ടൊരു മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കണം. ഞാൻ വിചാരിച്ചു അവിടെ സൂ പോലെ എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കുറേ നീലഗിരി ടയറിനെയും കാണാം. പിന്നെ വ്യത്യസ്ത ചെടികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ കുരങ്ങുകൾ അങ്ങനത്തെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കുഴഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ വെള്ളമില്ലാതായിരുന്നു ഒരു പ്രശ്നം. നമ്മൾ വെള്ളമൊന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഒരു സ്പ്രിംഗ് വാട്ടർ കോർണർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വെള്ളം കുടിച്ചു വിട്ടു. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്തോ പൈപ്പൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറിഞ്ഞി കാരണം കണ്ടു. 12 വർഷത്തിലൊരിക്കലല്ലേ പൂക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം അതിന് സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാനില്ല, ലക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ നിറച്ച് കോടയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഇരവികുളം നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നിറച്ച് കോട ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ തണുപ്പേ ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ച് ഭയങ്കര തണുപ്പായിരിക്കും, നമുക്കൊന്നും ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നും. പക്ഷേ നമുക്കൊരു മാക്സിമം തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അവിടുന്ന് വേറൊരു വഴിക്കാണ് പോയത്. വേറൊരു ചെറിയ വഴി ഉണ്ടായിരുന്നു, അതുവഴിയാണ് കേട്ടോ പോയത്. ഇങ്ങനെ പാലമൊക്കെ ഉള്ള അവിടെ നമ്മൾ കുറിഞ്ഞൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ നീലഗിരി ടയറാണ് കേട്ടോ ഇത്. അതിന് തൊട്ടും തലോടിയൊക്കെ ഇരുന്നു. പിന്നെ നമ്മുടെ ബസ് തിരിച്ചുകൊണ്ട് ഇറക്കി കേട്ടോ നമ്മളെ. അങ്ങനെ നമുക്ക് അവിടുത്തെ വഴിയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഹോട്ടലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കേട്ടോ പോയത്. ഞങ്ങൾ പോകാൻ നേരം നമ്മുടെ സ്റ്റോറി ഉണ്ടായിരുന്നു, പാർക്കിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ഇങ്ങനെ വായിക്കാനൊക്കെ അറിയാൻ സമയം കിട്ടിയില്ല. നമ്മൾ പടമൊക്കെ നോക്കി അവിടെ നിന്നാണ് കേട്ടോ ഒരു സ്കള്ളിനെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരം പോപ്കോണൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പൊതിച്ചോറായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലക്കം വാട്ടർഫോൾസിലോട്ടാണ്. അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോയിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് കുറേ നടന്നു കേട്ടോ. അവിടെ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുരങ്ങനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ എടുക്കാൻ പോയി. ഒരു കുരങ്ങനെ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മാന്താൻ വന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ക്ക് ക്യാമറയ്ക്ക് വന്നത്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചാടി ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഇഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ. ഈ ഒരു മലയായിരിക്കുമല്ലോ, മലയല്ല ഒരു പാറയായിരുന്നു. അവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണമായിരുന്നു സ്റ്റെപ്പൊക്കെ കയറാനായിട്ട്. പിന്നെ വാട്ടർഫോൾസ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് വീണ്ടും മേളിൽ കയറണം. അങ്ങനെ മേളിൽ കയറിയപ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് എത്തി. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറണ്ടേന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഡ്രസ്സൊക്കെ എന്തായാലും എടുത്തതിൽ ഇറങ്ങാനൊക്കെ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ വെള്ളത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ച് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളത്തിൽ ഇറങ്ങി. ഡ്രസ്സൊക്കെ നന്നായിട്ട് നനച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വെള്ളത്തിലൊക്കെ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചാണ് കേട്ടോ ഈ ഒരു വലിയ ഗുലാബ് ജാമും. നമ്മൾ തിരിച്ചു പോയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വില്ല എത്തി. അങ്ങനെ നമ്മുടെ വില്ല നമ്മൾ പ്രതീക്ഷിച്ച അടിപൊളിയായിരുന്നു.
4 റൂമായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. ഒരു റൂം നമ്മൾ ഡ്രൈവറിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ബാക്കി 3 റൂം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ എടുത്തു കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ അടുക്കള താഴോട്ടാണ്. ബാക്കിയെല്ലാം അടിപൊളി നെയ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ റൂമിൽ ഒരു മലയൊക്കെ കാണായിരുന്നു. അപ്പോൾ ഒരു സന്ധ്യ സമയത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ മലേൻ്റെ. നല്ല രസമില്ലേ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല അടുക്കളയൊക്കെ താഴോട്ടായിരുന്നു, അതുകൊണ്ട് താഴോട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. പിന്നെ ഇവിടെ നമ്മൾ ചിക്കൻ ഗ്രില്ല് അടിക്കുന്നുണ്ട്, അപ്പോൾ അതിനായിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യുവാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഗ്ലാസ്, പാത്രം, ഉപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ അവിടെയും ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. നമ്മൾ ഫാമിലീസ് എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റിനും വട്ടത്തിൽ നിന്ന് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ക്യാമ്പ് ഫയർ നല്ല അടിപൊളിയായിരുന്നു. നല്ല പാട്ടൊക്കെ ഇട്ട് വന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ചു. നമ്മളെല്ലാവരും ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ആർക്കൊരു ബോറൊന്നും അടിച്ചില്ല, ആരും മാറി നിന്നില്ല, എല്ലാവരും കളിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മൂത്താപ്പാട് അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഗ്രില്ല് ചെയ്ത ചിക്കനും പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ആയിരുന്നു. നമ്മൾ രാത്രിയായി, അങ്ങനെ ചിലരൊക്കെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിയായി, ഞങ്ങളെല്ലാവരും കൂടെ നിരന്ന് കിടന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ 6 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഞാൻ രാത്രിത്തെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി ഗൈസ്. അത് രാവിലെ ചായയൊക്കെ കുടിച്ചു, അവിടുത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും നമ്മുടെ കറിയൊക്കെ ആയിരുന്നു, ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ആ രാവിലെ നമുക്ക് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങി നമുക്ക് ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നത്, ഫ്രണ്ടിൽ ഇരുന്നില്ല. ഞാനും ബാക്കിലിരുന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ട്രക്കിങ്ങിന് ഇങ്ങനെ ചരിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വൈബൊക്കെ അടിച്ചു കേട്ടോ. എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചു. നല്ല അടിപൊളി പാട്ടൊക്കെയാണ് കേട്ടോ അവരിട്ടിരുന്നത്. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഫസ്റ്റ് പോയത് ജീപ്പിൽ നമ്മുടെ മറയൂർ ശർക്കര ഫാക്ടറിയിലാണ് കേട്ടോ. അവിടുന്ന് അവർ നമുക്ക് എല്ലാവർക്കും ശർക്കര തരുന്നുണ്ടായിരുന്നു. കഴിക്കാൻ വേണ്ടിയാണ്, ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ശർക്കരയൊക്കെ വാങ്ങിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ വീണ്ടും നമുക്ക് നല്ല പാട്ടൊക്കെ കിട്ടുന്നപ്പോൾ നമ്മൾ വീണ്ടും തുള്ളുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ അങ്ങനെ പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ തൊട്ടാണ് നല്ല ഓഫ് റോഡ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പുറത്തുകൂടെയൊക്കെ അവർ റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുകയെന്ന് തോന്നുന്നു, അതിൻ്റെ പുറത്തുകൂടെയൊക്കെ ചാടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫസ്റ്റ് ഒരു വാട്ടർഫോളിലെത്തി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കുളിക്കാമെന്ന് വിചാരിച്ച്. എന്നാലും അവിടെ നല്ല തെന്നലുണ്ടായിരുന്നു, കുറേ പേര് അവിടെ വീണു കേട്ടോ. പിന്നെ നമ്മൾ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടൊരു വ്യൂ, ഇങ്ങനെ പോകാൻ നേരം തന്നെ നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് സ്ട്രോബെറി ഫാമിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ സ്ട്രോബെറി ഒന്നും ഇല്ലായിരുന്നു, സീസൺ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്ട്രോബെറി ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. സ്ട്രോബെറി അവിടെ ചെന്നപ്പോൾ തന്നെ തീർന്നു പോയി, കുറേ പേര് വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ സ്ട്രോബെറി എല്ലാം നന്നായിട്ട് വാടിക്കരിഞ്ഞുണങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ 50 രൂപയ്ക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ ജ്യൂസ് വയ്ക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കേട്ടോ. അതിൻ്റെ അകത്ത് നിറച്ച് കുരുവായിരുന്നു. സ്ട്രോബെറി വെള്ളവും കൂടെ അടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ നമ്മൾ ജാമൊക്കെ വാങ്ങിച്ചിരുന്നു, ചോക്ലേറ്റിനൊക്കെ നല്ല വിലയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മൾ വീണ്ടും ട്രക്കിങ്ങിന് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ചെന്നത് നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റിലോട്ടാണ് കേട്ടോ. അവിടെ നിറച്ച് ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ട്. അത് നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിലുണ്ടാക്കുന്നൊരു പുല്ലാണ്. അത് വെച്ചാണ് കേട്ടോ നമ്മൾ നമ്മുടെ പുൽത്തൈലമില്ലേ അത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫാക്ടറി അല്ല, അവിടെ ഉണ്ടാക്കുന്നതായിട്ട് അവിടെ വിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ ചെന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് കയറിയപ്പോൾ അവിടെ മറ്റേ ലെമൺ ഗ്രാസ് ഓയിൽ വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ട്രക്കിങ് ചെയ്ത് ഇറങ്ങുകയാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ തിരിച്ചു പോകാൻ നേരം നമുക്ക് മലയുടെ മേളിൽ കൂടെയൊക്കെ ട്രക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. മലയുടെ വരമ്പിലൂടെയൊക്കെ പോയി കേട്ടോ. സമ്മതിക്കണം ഡ്രൈവർമാരെയൊക്കെ നമ്മുടെ ഇങ്ങനെയൊക്കെ
കുറേ സ്കില്ലെടുത്ത് നമ്മളെ ഇങ്ങനെ സേഫായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തിയിട്ടോ വീണ്ടും. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുനിയറയാണ്. മുനിയറ മാത്രമല്ല, അവിടെ കുടക്കല്ലൊക്കെ ഉണ്ടായിരുന്നു. കുടക്കല്ലൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് സാൻഡൽവുഡ് ട്രീയുടെ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ. അവിടെ നമ്മൾ മാനിനെയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും ഇറങ്ങി. പിന്നെ നമ്മൾ വില്ലയിലോട്ടാണ് കേട്ടോ പോയത്. വില്ലയിൽ പോയി ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ട്രക്കിങ്ങിന് പോയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. രാവിലത്തെ മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇന്നൊക്കെ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മൾ എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ 10:30 ആയപ്പോൾ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.